ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം നിറഞ്ഞ പ്രത്യാശയുള്ള ഒരു ക്രിസ്തുമസ് നിങ്ങൾക്ക് ആശംസിക്കുന്നു. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആഘോഷങ്ങൾ, നക്ഷത്രം, പുതിയ വസ്ത്രങ്ങൾ, കൂട്ടായുള്ള ഭക്ഷണം, മറ്റു പലതരത്തിലുള്ള ആഘോഷങ്ങളാണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. അത് സന്തോഷത്തിന്റെ ഓർമ്മകളാണ്. ക്രിസ്തുമസിന്റെ ഈ ആഘോഷം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ ആഘോഷിക്കുക എന്നതിനപ്പുറത്ത് ശരിയായ നിലയിൽ അനുഭവിക്കുക എന്നതാണ് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ യഥാർത്ഥമായ ആഘോഷം മറഞ്ഞിരിക്കുന്നത്. നാം ക്രിസ്തുമസ് എന്ന് ചിന്തിക്കുമ്പോൾ യേശുവിന്റെ രൂപത്തോട് ചേർന്ന്, പുറമേ രൂപത്തോട് ചേർന്ന് നിന്ന് നാം ഇത് ആഘോഷിക്കുമ്പോൾ ഇത് ആഘോഷമായി മാറും. എന്നാൽ യേശുവിൽ വസിച്ച ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഭാവത്തെ നാം തിരിച്ചറിയുമ്പോൾ ഇത് നമുക്ക് അനുഭവമായി തീരും. യേശുവിൽ വെളിപ്പെട്ട അതേ പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുന്നു എന്ന ബോധ്യമാണ് ക്രിസ്തുമസിന്റെ പ്രത്യാശ. അതായത് ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ചിരുന്നവനായ ദൈവം, ആരും അടുത്തു പോകാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ആ ദൈവത്തിന്റെ അടുക്കലേക്ക്, ഇല്ലെങ്കിൽ ആ ദൈവം ആരും അടുത്തു വരാൻ ഇഷ്ടപ്പെടാത്ത, ആരും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാത്ത, ആരും മനസ്സിലാക്കാൻ സമയമെടുക്കാത്ത നിങ്ങളിലും എന്നിലും വന്നു വസിച്ചില്ലേ, അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ്. അതേ പ്രിയപ്പെട്ടവരെ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടു. എന്നാൽ അന്ന് ഒരു പ്രവചനം കാത്തിരുന്ന, ദാവീദിന്റെ പുത്രനെ കാത്തിരുന്നവർക്ക് അത് ശിശു ലഭിച്ചതിന്റെ സന്തോഷമാണ്. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ ദൈവമക്കളായിത്തീർന്ന നിങ്ങളുടെയും എന്റെയും സന്തോഷം ഒരു സന്തതിയെ ലഭിച്ചതിലല്ല, സന്തതികളായി നിങ്ങളും ഞാനും മാറിയതിലാണ് നമ്മുടെ സന്തോഷം. അതെ, ക്രിസ്തുവിന്റെ ആ ഭാവം യേശുവിന്റെ പുറമേയുള്ള രൂപമല്ല, യേശുവിൽ വസിച്ച ക്രിസ്തുവിന്റെ ഭാവമാണ് നമ്മുടെ ആഘോഷത്തിന്റെ അല്ലെങ്കിൽ അനുഭവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരുവൻ യേശു ക്രിസ്തുവിൽ ആകുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും വിശ്വസിക്കുമ്പോൾ അത് യേശു ആർക്കു വേണ്ടി മരിച്ചു എന്നുള്ളതല്ല, എന്റെ പാപത്തിനു വേണ്ടി, എന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി യേശു വില കൊടുത്തു എന്ന് ഒരു വ്യക്തി എപ്പോൾ തിരിച്ചറിയുന്നു, ആ തിരിച്ചറിവിലൂടെ വരുന്നതാണ് ആമേൻ ക്രിസ്തുവിലെ അനുഭവം. അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കും. അപ്പൊ ക്രിസ്തുവിലാണ് സകല അനുഗ്രഹങ്ങളും നമുക്ക് അവകാശമായി തീരുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതെ, ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവർ. ഗലാത്യ ലേഖനം 3:14 പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അതെ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ നമ്മെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന കർത്താവ്. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ മൂടുപടം നീങ്ങിപ്പോയി, അവ്യക്തതയായിരുന്നു. ക്രിസ്തുവിൽ മൂടുപടം, അതായത് അതുവരെയും ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്ന അവ്യക്തമായ കാഴ്ചപ്പാട് തകർക്കുന്ന, നശിപ്പിക്കുന്ന, പെട്ടെന്ന് ശിക്ഷിക്കുന്ന, തീർത്തു കളയുന്ന ദൈവത്തിൽ നിന്ന് സ്നേഹിക്കുന്ന ദൈവം, തന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ ശ്രമിച്ചിട്ടും പ്രമാണിക്കാൻ കഴിയാതെ ബലഹീനമായിരുന്ന ജഡത്തിന്റെ ബലഹീനത മനസ്സിലാക്കി മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവത്തെ വെളിപ്പെടുത്തിയതാണ് ക്രിസ്തുവിൽ. ആ ദൈവം വെളിപ്പെട്ടതാണ് ക്രിസ്തുവിൽ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിലായ വ്യക്തിക്ക് ശിക്ഷാവിധിയില്ല. കാരണം അവന്റെ ശിക്ഷ ക്രിസ്തു യേശുവിന്റെ ശരീരത്തിൽ ചുമന്ന് തീർത്തു, അവനെ നീതീകരിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യമാണ് ക്രിസ്തുമസ് ആഘോഷം അനുഭവമാക്കി മാറ്റുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അതെ, റോമാലേഖനം 8:2 കാണുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തി. അതെ, എനിക്ക് സ്വാതന്ത്ര്യം വന്നു. അതാണ് യഥാർത്ഥത്തിലെ ആഘോഷം, അതാണ് യഥാർത്ഥത്തിലെ അനുഭവം. അതെ, യേശു ക്രിസ്തുവിന്റെ ജനനം, ഹല്ലേലൂയ, എന്റെ ജീവിതത്തെ സ്വാധീനിച്ചത് അവന്റെ മരണത്തിലൂടെയാണ്. അവന്റെ മരണവും പുനരുത്ഥാനവും എന്റെ മേൽ പിശാചിനുണ്ടായിരുന്ന
എല്ലാ ആധിപത്യത്തെയും, പിശാച് എന്റെ മേലിട്ടിരുന്ന സകല നുണകളെയും, പോഷ്കിനെയും, സകല തെറ്റായ അഭിപ്രായങ്ങളെയും ചിന്താഗതികളെയും ക്രൂശിൽ യേശു ആമേൻ മായ്ച്ചു കളഞ്ഞു. യേശുവിന്റെ ജനനം ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക്, അത് അന്നത്തെ പ്രവാചകന്മാർക്ക്, അല്ലെങ്കിൽ അന്ന് അത് കണ്ടവർക്ക്, അന്ന് ആ 3.5 വർഷക്കാലം യേശുവിലൂടെ സഞ്ചരിച്ചവർക്ക് പലതരത്തിലെ വിസ്മയകരമായ അത്ഭുതങ്ങളെ നടത്തിയെങ്കിൽ യേശുവിന്റെ മരണവും പുനരുത്ഥാനവുമാണ് എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റിയത്. അന്ന് യേശുവിന്റെ ജനനം ദൂതന്മാർ അവിടെ ആഘോഷമാക്കി മാറ്റി. ഇന്ന് യേശുവിന്റെ ജനനം ലോകത്താകെ ആഘോഷമാണ്. എന്നാൽ നിങ്ങളുടെയും എന്റെയും ജനനം, വീണ്ടും ജനനം, സ്വർഗത്തിലെ ദൂതന്മാർക്ക് ആഘോഷത്തിന് കാരണമായി മാറിയിരിക്കുക. അതാണ് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇന്ന് ഈ എല്ലാവരും യേശുവിന്റെ ഭൂമിയിലെ ജനനത്തെ ആഘോഷമാക്കി മാറ്റിയപ്പോൾ, ഭൂമിയിൽ നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നത് സ്വർഗത്തിന് ആഘോഷമാണ്. സ്വർഗത്തിൽ അത് ആഘോഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആർക്കും അടുത്തു വരാൻ താല്പര്യമില്ലാതിരുന്നു, ആരും അടുക്കാൻ താല്പര്യപ്പെടാതിരുന്നു, ആരും സ്നേഹിക്കാൻ കഴിയാത്തവരായിരുന്ന നിങ്ങളെയും എന്നെയും മക്കളാക്കി മാറ്റിയില്ലേ? അതാണ് ക്രിസ്തുമസ് ആഘോഷമല്ല, അനുഭവമാക്കി തീർക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. യേശുവിന്റെ ജനനം ലോകത്തിന് ഉത്സവമായി മാറുമ്പോൾ, എന്റെ ജനനം സ്വർഗത്തിന് ഉത്സവമായി മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോഴാണ്. യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നതിലൂടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും ക്രിസ്തുവിൽ ഞാൻ പ്രാപിച്ചു കഴിഞ്ഞു. എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ആ അനുഭവത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു കഴിഞ്ഞു. ശിക്ഷാവിധികളെല്ലാം എന്റെ മേൽ നിന്ന് മാറിപ്പോയി. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് ഞാൻ അവകാശിയായി മാറി. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം ദൈവം നമ്മളോട് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വെറും ഒരു ആഘോഷമായി ഒതുങ്ങിത്തീരാതെ അനുഭവമായി തീരട്ടെ. ഞാനത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ഈ ഭൂമിയിലെ ജനനം ലോകത്തിന് ആഘോഷമായി മാറിയപ്പോൾ, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത്, വീണ്ടും ജനിക്കുന്നത് സ്വർഗത്തിൽ ആഘോഷമായി തീരട്ടെ. അതായത് ആർക്കും അടുത്തുകൂടാൻ കഴിയാതിരുന്ന വെളിച്ചത്തിൽ വസിച്ചവനായ ദൈവം, ആർക്കും അടുത്തു വരാൻ താല്പര്യമില്ലാതിരുന്ന നിങ്ങളിലും എന്നിലും വന്ന് വെളിപ്പെട്ടതാണ് ക്രിസ്മസ് സന്ദേശത്തിന്റെ യഥാർത്ഥമായ കാതൽ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഘോഷം ക്രിസ്തു എന്നിൽ വസിക്കുന്നു ആ ബോധ്യത്തോടെ നിങ്ങൾ ഒരുപക്ഷെ സമൂഹത്താൽ, നാട്ടുകാരാൽ, വീട്ടുകാരാൽ തള്ളിക്കളയപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട്, വെറുക്കപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ തേടിയെത്തിയിരിക്കുക. അതുകൊണ്ട് പ്രത്യാശയോടെ, ഒരുപക്ഷെ നിങ്ങൾക്കൊരു പുതിയ വസ്ത്രം ഇന്ന് ലഭിച്ചു കാണത്തില്ല, ഒരുപക്ഷെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് സാധ്യത നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയാം, ഈ വചനം നിങ്ങളുടെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. ഈ പറയുന്ന ക്രിസ്തുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഏറ്റവും പുതുമയുള്ള വസ്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിന്റെ ജീവനെ സ്വീകരിച്ച്, ക്രിസ്തുവിൽ യഥാർത്ഥമായ സന്തോഷം തിരിച്ചറിഞ്ഞ്, ക്രിസ്തുവിൽ ദൈവമക്കളാന്നുള്ള ബോധ്യത്തിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആഘോഷം അനുഭവമായി തീരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട, പ്രത്യാശയുള്ള, സമാധാനമുള്ള ക്രിസ്തുവിലായ ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.